വരിക്കാശ്ശേരി മന കേട്ടിട്ടില്ലാത്ത സിനിമാ പ്രാന്തന്മാരുണ്ടാവില്ല. ഒരു കാലത്ത് വരിക്കാശ്ശേരി മനയുടെ ഡേറ്റിന് വേണ്ടി സിനിമാക്കാർ ഓടി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ആറാം തമ്പുരാനും മംഗലശ്ശേരി നീലകണ്ഠനും ഒക്കെ അടക്കി വാണിരുന്നൊരു കാലം. അപ്പോൾ നമുക്ക് മനയുടെ അകത്തേക്ക് കയറാം. ഈ വിശാലമായിട്ടുള്ള നടുമുറ്റാണ് ഈ മനയുടെ പ്രധാന പ്രത്യേകത. 300 വർഷങ്ങൾക്ക് മുമ്പ് പണിത 3 നിലകളുള്ള ഈ കെട്ടിടത്തിന് ഇന്നും ഒരു പോറൽ പോലും ഇല്ല എന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ പല കോൺട്രാക്ടർമാരെ എടുത്തേക്കാണ് അല്ലെങ്കിൽ വേണ്ട, അവർ ജീവിച്ചു നോക്കട്ടെ. കൃത്യമായിട്ട് കേരള വാസ്തുവിദ്യ പ്രകാരം തന്നെ നിർമ്മിച്ച ഈ മനയുടെ അകത്തുള്ള ഓരോ മുറിയിലും ഏത് വേനൽക്കാലത്തും ഒരു ഫാൻ പോലും വേണ്ട. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പത്തായപ്പുര. അതെ, ഞെട്ടണ്ട, ധാന്യങ്ങളൊക്കെ സംഭരിച്ച് വെക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു ഈ 3 നില കെട്ടിടം. ഇത് മാത്രമല്ല, ആ മാവിൻ്റെ അപ്പുറത്ത് കാണുന്നതും പകുതി പത്തായപ്പുരയും പകുതി പണിക്കാർക്കൊക്കെ താമസിക്കാനുള്ള മുറികളുമായിരുന്നു. അപ്പോൾ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. ഈ കുളത്തിൻ്റെ പ്രധാന പ്രത്യേകത വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേ നിരപ്പിൽ വെള്ളം ഉണ്ടാവും ഇവിടെ. നല്ല ആഴമൊക്കെ ഉള്ളതുകൊണ്ട് പുറമേന്ന് വരുന്നവർക്ക് ഇതിൽ ഇറങ്ങാനൊന്നും അനുമതി കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു നടക്കാം. ഈ മനയുടെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. പൂജയും ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ക്ഷേത്രം തന്നെയാണ്. അതുപോലെ ഈ മനയിലേക്കുള്ള എൻട്രൻസ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വരണം. തരാം കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരിയിലാണ് ഈ മന. തൃശ്ശൂർ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർ ഷൊർണൂർ വന്ന് അവിടുന്ന് ഒറ്റപ്പാലത്തേക്കുള്ള റൂട്ടിലൊരു 8 കിലോമീറ്റർ കഴിയുമ്പോൾ വാണിയംകുളം കഴിഞ്ഞ് അടുത്ത ബസ് സ്റ്റോപ്പായ മനിശ്ശേരിയിൽ നിന്ന് റൈറ്റ് ഒരു ചെറിയ റോഡുണ്ട്. കഷ്ടിച്ച് 1 കിലോമീറ്റർ വന്നാൽ മതി, നേരെ മനയിലെത്താം. മനിശ്ശേരിയിൽ നിന്ന് എപ്പോഴും ഓട്ടോ കിട്ടും. പിന്നെ പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഗുരുവായൂർ പട്ടാമ്പി പോകുന്ന ബസ്സിൽ കയറിയാൽ നേരെ മനിശ്ശേരി വന്നിറങ്ങാം. പിന്നെ മലപ്പുറം ഭാഗത്തു നിന്നാണെങ്കിൽ ചെർപ്പളശ്ശേരി കഴിഞ്ഞ് അവിടുന്ന് ഒറ്റപ്പാലത്തേക്കോ വാണിയംകുളത്തേക്കോ വന്ന് അവിടുന്ന് നേരെ മനിശ്ശേരിക്ക് എത്താം.